ഇന്നലെ തിരുവനന്തപുരത്ത് സഭൻ്റെ ഒരു പരിപാടിയിൽ ഒരു കുഞ്ഞാടിന് ഈടിൻ്റെ ഒരു അന്വേഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത് സഭയിലെ ഫാദർ പ്രസംഗത്തിൽ അത് വ്യക്തമാക്കിയപ്പം PC ജോർജ് എണീറ്റുന്നോട് പറഞ്ഞു, ഈടിൻ്റെ അന്വേഷണം ഞാൻ പ്രശ്നമില്ലാതെ ഞാൻ തടഞ്ഞോളാം. എന്നിട്ട് ആ കുഞ്ഞാടിനെ അരികിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അത് പ്രശ്നമാക്കണ്ട, പേടിക്കണ്ട, ഈടിൻ്റെത് അത് ഞാൻ പറഞ്ഞ് റെഡിയാക്കിയോളാം. അപ്പോൾ ആ വീഡിയോ ഒന്ന് ആദ്യം കാണാൻ നമുക്ക്. CSI ദക്ഷിണ കേരള മഹാ ഇടവക ആസ്ഥാനത്ത് വെച്ച് തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് സഭാ അംഗങ്ങളുമായി സംവദിക്കാൻ അവസരമൊരുക്കിയിരുന്നു. ഇതിൽ ആദ്യമെത്തിയ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രസംഗിച്ച് കഴിഞ്ഞതിനു ശേഷം ഇടവകയിലെ പുരോഹിതനാണ് സെക്രട്ടറി നേരിടുന്ന ED അന്വേഷണത്തെ പറ്റി പരാമർശിച്ചത്. ഡോക്ടർ DT പ്രവീൺ മഹായിടവ സെക്രട്ടറിക്കെതിരെ ഉണ്ടായ ഈ ED അന്വേഷണം വളരെ ദുഃഖകരമാണ്. ഞങ്ങളെല്ലാവരുടെയും എല്ലാ വൈദികരുടെയും കരളിൻ്റെ ഉള്ളിൽ കുറിച്ചിട്ടിട്ടുണ്ട്. ആ ED അന്വേഷണം ദയവായി ക്ലോസ് ചെയ്ത് അദ്ദേഹത്തെ ന്യായമായി മാത്രം ജീവിക്കുന്ന അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കണം. ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. വൈദികന്റെ ഈ പരാമർശത്തിന് പിന്നാലെയാണ് ദക്ഷിണ കേരള മഹാ ഇടവക സെക്രട്ടറി പ്രവീണിനെ ED പേടിയിൽ നിന്ന് രക്ഷിക്കുമെന്ന് BJP നേതാവ് PC ജോർജ് ഉറപ്പ് നൽകിയത്. കേസൊക്കെ ഒന്ന് വിളിച്ചു പറയാനുള്ള മര്യാദ കാണിക്കേണ്ട പ്രവീൺ, ഒന്നും പേടിക്കേണ്ട. ഈ രാജ്യത്ത് ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. പ്രവീൺ ഓരോരുത്തരും ഒരു ചുക്കും ചെയ്യില്ല, ധൈര്യമായിട്ട് പോകുന്നു. അപ്പോൾ കണ്ടല്ലോ അല്ലേ എല്ലാവരും, ഈടിയിൽ നിന്ന് കുഞ്ഞാടിനെ PC ജോർജ് രക്ഷിക്കുന്നത് അത് പ്രശ്നമാക്കട്ടെ ഞാൻ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഈടിനെ പ്രതിപക്ഷ പാർട്ടികളെ ജയിലിലടക്കാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതിൻ്റെ പുറത്ത് കണ്ട അണ്ടനും അടങ്ങോടനും ചമ്മാനും ചെരുപ്പൂച്ചൊക്കെ ഈടിനെ കൈകാര്യം ചെയ്യേണ്ടതുള്ളതിന് തെളിവാണുള്ളത്. PC ജോർജ് ഒരു BJP നേതാവൊന്നുമല്ലല്ലോ. ഇന്നലെ പിന്നാകത്ത് ജനപക്ഷം പിരിച്ചു വിട്ടുകാണ്ടായിക്കാണ് വന്നതാ. കാര്യപ്പെട്ടൊരു സ്ഥാനമൊന്നുമില്ല. എന്നിട്ട് മൂപ്പര് പറയണ ഈടിനെ റെഡിയാക്കിയോളാം, ഈടിൻ്റെ ഒക്കെ റെഡിയാക്കിയോളാം, പേടിക്കാൻ കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പം അതാണ് ED. ഒന്ന് പിരിച്ച് വിട്ടുകാണ്ട് പോണ പാട്ട് പോകാൻ നോക്കി എങ്ങനെമാരെ, അല്ലെങ്കിൽ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എത്ര ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞത്. BJP RSSൻ്റെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ? ചാണകം തിന്നുന്ന RSSൻ്റെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ എത്ര ഗൗരവത്തിലാണ് ആ പറഞ്ഞത്? ED എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസി ഒരു കുഞ്ഞാടിൻ്റെ പേരിൽ കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് ഫാദർ പരസ്യമായിട്ട് മൈക്കിൽ പറയാം ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണമല്ലോ. അതിൻ്റെ അർത്ഥം വോട്ട് ചോദിച്ചാണ് നിങ്ങൾ വന്നത് എങ്കിൽ ഇതൊന്ന് ഒഴിവാക്കി തരണം. അപ്പം BJP നേതാവ് എന്ന് പറയുന്ന ആ അനൗൺസ്മെൻറ്റിൽ BJPക്ക് ഇന്നലെ വന്ന ആൾ PC ജോർജ് അയാളെ തട്ടിയിട്ട് പറയാണ് പ്രശ്നമല്ല, ഈടിൻ്റെ ഞാൻ റെഡിയാക്കിക്കോളാം, ഞാൻ വിളിച്ചത് റെഡിയാക്കിക്കോളാം. എങ്ങനെയുണ്ട്? അപ്പോൾ വോട്ട് കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്ന് പാർട്ടിക്കാരെയും കിട്ടുമെങ്കിൽ ഈഡിയെ നമുക്ക് നിയന്ത്രിക്കാം. ആ ഒരു സ്ഥിതിവിശേഷത്തേക്ക് കാര്യം എത്തി എന്ന് മാത്രമല്ല, ഈ PC ജോർജിനെ പോലുള്ളവരൊക്കെയാണ് ഈടിനെ നിയന്ത്രിക്കുന്നതെന്നും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യത്തില്ലേ. അതൊന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. PC ജോർജിനെ പോലുള്ളവരൊക്കെയാണ് ഇപ്പോൾ ഈടിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഈ ചാണകം നിന്ന് നടക്കുന്ന RSSകാരോട് പറയാനുള്ളത് ഒന്നൂക്കിൽ ആ ഈടിനെ പിരിച്ചു വിടുക. അതല്ലെങ്കിൽ ഈ PC ജോർജിനെ എടുത്തിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇടുക. അല്ലെങ്കിൽ ഈ പരാമർശത്തിന് വ്യക്തമായ മറുപടി നിങ്ങൾ നൽകേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ EDയെ ഉപയോഗിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മറുപടി ജനങ്ങൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഓരോ വിഷയത്തിലും ED പിടിക്കുക. ED പിടിച്ചിട്ട് മോഡിൻ്റെ വാഷിംഗ് പൗഡർ വാഷിംഗ് മെഷീനിലിടുക. മോഡിൻ്റെ വാഷിംഗ് പൗഡർ ഇട്ടിട്ട് ക്ലീൻ ചെയ്താൽ എല്ലാ കറകളും പോയി, എല്ലാ കേസും പോയി, എത്ര വലിയ അഴിമതിയാണെങ്കിലും പോയി. ആ BJP എന്ന് പറഞ്ഞ ആ ചാണക പാർട്ടിയിൽ ചേർന്നാൽ മതി. ആ വർഗീയ വിരുദ്ധ പാർട്ടി ഇപ്പം മുമ്പോടെ SDPIനെ കുറിച്ച് ചർച്ച നടന്നു. SDPI വർഗീയ പാർട്ടിയാണ്, ഭീകര പാർട്ടിയാണെന്നൊക്കെ. എൻ്റെ കാഴ്ചപ്പാടിൽ അതിനേക്കാളിലൊക്കെ എത്രയോ ഭീകരവാദങ്ങളും വർഗീയവാദങ്ങളും ഗുണ്ടായുസങ്ങളും കൊലപാതകങ്ങളും നടത്തുന്ന ഏക വർഗീയ ഭീകരവാദ പാർട്ടി RSS ആണ്. അതിൽ യാതൊരു സംശയം വേണ്ട. ഏതൊക്കെ നിലയ്ക്ക് ഇവർക്ക് ജനങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുമോ ആ നിലക്കൊക്കെ ഇവർ ജനങ്ങളെ ഉപദ്രവിക്കും. ഇതിനേക്കാളും വലിയൊരു ഭീകരവാദി പാർട്ടിയും വർഗീയ പാർട്ടിയും ഇന്ത്യ രാജ്യത്ത് വേറല്ല. അതുകൊണ്ട് RSSകാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ഈടിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങളുടെ നേതാവ് PC ജോർജ് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് വ്യക്തമായ മറുപടി ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്.